ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓഫീസിലൊരു ഡേ ആണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ക്യാബിലാണുള്ളത്. റെഡിയായി നേരെ ക്യാബിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, ക്യാബിൽ കയറി അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഓഫീസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിലാണെങ്കിൽ നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ആകുമ്പോൾ എല്ലാവരും ഓഫീസിൽ പോകുന്ന ടൈമാണല്ലോ. അപ്പോൾ മിക്കവരും പേഴ്സണൽ വെഹിക്കിൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള റഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസാണല്ലോ. ഒരു 2.5 ഇയേഴ്സേ ആയിട്ടുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടാറ്റയുടെ ഒരു ബിൽഡിങ്ങാണ്. TCSൻ്റെ ഒക്കെ ഒരു കമ്പനിയാണത്. പിന്നെ ഇത് മെട്രോയുടെ ഐഡിയിലുള്ള ഒരു വേ ആണിത്. അവിടെ സൈഡിലൊക്കെ നിറച്ചും ആളുകളും അതുപോലെ തന്നെ IT കമ്പനികളൊക്കെയാണുള്ളത്. അപ്പോൾ നേരെ കാണുന്നത് പാർക്ക് സ്ക്വയർ എന്ന് പറയുന്നൊരു മാളാണ്. ഇവിടെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു മാൾ തന്നെയാണിത്. എനിക്ക് തോന്നുന്നു 1-2 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സായിബാബയുടെ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ പോയി ഇപ്പോൾ TCS കഴിഞ്ഞു. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യാബിൽ കയറി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്തെത്തി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഹുവാവേയുടെ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ക്യാമ്പസിൽ ക്യാപ്ജെമിനി, അക്സെഞ്ചർ അതുപോലെ ഹുവാവേയുടെ ആണ് കമ്പനീസ് ഉള്ളത്. ഞങ്ങൾ അകത്തേക്ക് പോയി. ഞങ്ങൾ ക്യാപ്ജെമിനിയുടെ തന്നെ 3-4 ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ A6 ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ക്യാബ് നമ്മുടെ ക്യാബ് പോയിൻറ്റിലെത്തി. ഞാൻ അതിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഇത് B4 ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രൊഹിബിറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്ററൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ക്രോസ് ചെയ്ത് നമ്മുടെ A6 ബിൽഡിങ്ങിലേക്ക് പോവാണ്. നേരെ കാണുന്നതാണ് A5 ബിൽഡിംഗ്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് A6 ബിൽഡിംഗ്. ഇത് തമ്മിലൊരു കണക്റ്റിംഗ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെ ഒരു ക്ലൈൻറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പൂക്കളം ഇട്ടിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, കോലം ഇട്ടിട്ടുണ്ട്, രംഗോലി അങ്ങനെ ചെയ്യാറുണ്ട് ക്ലയൻറ്റ്സ് വരുന്ന ഡേയ്സിൽ. പിന്നെ അകത്തേക്ക് കയറി നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ഞാൻ ഇരിക്കുന്നത് 5th ഫ്ലോറിലാണ്. എനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്യാബിനിലോ കാര്യങ്ങളൊന്നുമല്ല ഇരിക്കുന്നത്. ഓപ്പൺ വേയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശരിക്കും ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടില്ല. എങ്കിലും ഞാൻ ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ലാപ്പൊക്കെ വെച്ച് ചാർജൊക്കെ ഒന്ന് ഫില്ലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാപ്പൊക്കെ ഓണാക്കി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ബോറടിച്ചപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വെറുതെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊളീഗ്സും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാ പുറത്തിറങ്ങി നടന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ PGയിലൊന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ വീണ്ടും തിരിച്ച് വർക്ക് പ്ലേസിലേക്ക് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് അധികം വർക്ക്സ് ഉള്ള ദിവസമായിരുന്നു. ഷിഫ്റ്റിനനുസരിച്ച് വർക്ക് ഉണ്ടാവും. ഇന്ന് കുറച്ചധികം വർക്ക്സ് ഉണ്ടായിരുന്നു. കുറേ ആക്ടിവിറ്റീസും ഷെഡ്യൂൾഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തു.
അത് കഴിഞ്ഞ് കുറച്ച് നേരം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും വർക്ക്സ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കാനുള്ളൊരു ഗ്യാപ്പും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ആൾ കൂടി അവിടെ പോയി ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ്. വീണ്ടും ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത ബിൽഡിങ്ങിലേക്ക് കവർ ചെയ്തു. ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചായ, കോഫി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. വെയിലത്തുനിന്ന് മാറി നിന്നൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ നടക്കാനിറങ്ങി. അപ്പോൾ അവിടെ പ്ലേ ഗ്രൗണ്ട് അല്ല, നമ്മൾക്ക് ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്യാരംസ് കളിക്കാം, ചീട്ട് കളിക്കാം, ടേബിൾ ടെന്നീസ് കളിക്കാം, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് ടേബിൾ ടെന്നീസൊക്കെ കളിക്കണമൊക്കെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ഒരു 3-4 ആൾക്കാർ ടേബിൾ ടെന്നീസ് കളിക്കണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ടേബിൾ ടെന്നീസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ടൈമായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബഗ്ഗിയാണ്. ഞങ്ങൾക്ക് ക്യാമ്പസിൻ്റെ അകത്ത് കയറണം എന്നാണെങ്കിൽ ആ ഒരു ബഗ്ഗി ഉണ്ടെങ്കിൽ ക്യാമ്പസിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് നമ്മൾക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റും. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. പിന്നെ അകത്ത് വന്നു നമ്മൾ നമ്മുടെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. അതിൽ ഞങ്ങൾ നോക്കി. അപ്പം കാര്യമായിട്ട് വിശപ്പ് മാറ്റാനുള്ള സ്നാക്സ് കാര്യങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ അതെടുത്തില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും വർക്ക് സ്പേസിലേക്ക് പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വർക്ക്സ് ഒരുപാടുണ്ടായിരുന്നു. ചെയ്ത് തീർക്കാനായിട്ട് നല്ല പാടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ക്യാബിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. കൂടുതൽ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ വന്നു. അങ്ങനെ താഴേക്ക് പോവാണ്. ക്യാബിൻ്റെ പോയിന്റിലേക്ക് പോയി. അവിടെ നിന്ന് ഇത് ജസ്റ്റ് ഞാൻ ആ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് എടുത്തതാണ്. അങ്ങനെ ക്യാബിൽ കയറി നമ്മൾ തിരിച്ച് PGയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉള്ളതിനേക്കാളും ട്രാഫിക്കാണ് രാത്രി തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സത്യസായി ബാബയുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ PG എത്തി. ക്യാബിൽ നിന്ന് ഇറങ്ങി ഞാൻ PGയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പുറത്ത് വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓണറിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അകത്ത് വന്നു, ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോവാണ്. ഇനി ഇത് കഴിഞ്ഞ് വേണം ഫ്രഷായി വന്ന് ബാക്കി വർക്ക്സ് തീർത്ത് വെച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നങ്ങനെ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ വേറെ കാണാം. ടാറ്റാ.